ഇന്ന് നമ്മൾ രാവിലെ ഒക്കെ എഴുന്നേറ്റ് നമ്മൾ ഇവിടെ സ്റ്റേ ഒക്കെ നല്ല സൂപ്പർ സ്റ്റേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഹരികൃഷ്ണയിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മെഹ്റാങ്കർ ഫോർട്ട്. മെഹ്റാങ്കർ അതായത് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഫോർട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഇന്ന് നമ്മൾ സിപ്ലൈനിൽ പോകുമല്ലോ. വയനാട്ടിൽ ചെയ്തത് 200 മീറ്ററിന്റെ എന്തായിരുന്നു, ഇത് പക്ഷെ ഭയങ്കര ലോങ് ആണ്, കുറെ നേരം ഉണ്ടാവും. ഈ ടൗണിന്റെ ഒക്കെ മുകളിൽ കൂടെ നമ്മൾ പോവാ. ലേക്ക് ഉണ്ട്, ലേക്കിന്റെ മുകളിൽ കൂടെ പോകും. ഇത് കാണാൻ എന്തായാലും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നടിച്ചു പൊളിക്കാം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പോഹയാണ് പറഞ്ഞിരിക്കുന്നത്. പോഹ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ പോഹയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. അതെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മുടെ പോഹ എത്തിയിട്ടുണ്ട്. അടുത്തായിട്ടാണ് ഈ എന്താ ജസ്വന്ത് താട ഉള്ളത്. ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ എൻ്റെ ഫുള്ളാണ് ശബ്ദം വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിപ്പോയത്. ഓക്കെ, ഇതിലേക്കൂടെ നമുക്കത് നടന്ന് പോക്കൊക്കെ ചെയ്യാം കേട്ടോ. ആളുകൾ പോകുന്നുണ്ട്. ജസ്വന്ത് താടയാണ് നമ്മളതാ മെഹ്റാങ്കർ ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നടക്കാനുള്ള ദൂരം കേട്ടോ. നമ്മൾ നടന്നിട്ട് ഇങ്ങോട്ടാണ്. കുറേ ഓട്ടോക്കാർ നമ്മളോട് വരുന്ന മെഹ്റാങ്കർ ജോധ്പൂർ ഫോർട്ട് എന്നാണ് അങ്ങനെ പറയുന്നത്. ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ക്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ക്യൂ നിന്നിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ ആട്ടോ കടത്തി വിടുന്നത്. നമ്മളുടെ ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, പോയി നോക്കാം. യുദ്ധ സമയത്ത് കാനൻ ബോൾസ് വന്നതിനായിട്ട് വന്ന് അടിച്ചേക്കുന്നതാണ്. अलग अलग लैंग्वेज का शौक है, इसलिए मैं केरला का सॉन्ग मैंने गाया, मलयालम सॉन्ग। मलयालम लोग मेरे ऊपर। नाम एक बार। इकबाल, राजस्थान। इकबाल, आपका नाम? उमरा। उमरा। ये क्या है? नगाड़ा। 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 नगाड़ा संग डोल बाजे।
शहनाई, ओके ओके। आपका नाम क्या है? यासीन। यासीन, यासीन, इकबाल और इकबाल राजस्थान। ഓക്കെ, അപ്പോൾ ഇവർ മൂന്നുപേരാണ് നമുക്ക് പാട്ടൊക്കെ പാടി തന്നത്. അപ്പം താങ്ക് യു. ആ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെ സ്റ്റിക്ക് നമ്മുടെ നിന്ന് മേടിച്ച് വെക്കല്ല, സ്റ്റിക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സെൽഫി സ്റ്റിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലാണ്. നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ബാഗിൽ വെച്ചു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് യൂസ് ചെയ്തത്. അടിപൊളിയാട്ടോ. യുദ്ധക്കോപ്പുകൾ. അപ്പുറത്ത് ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ ഇവിടുന്ന് തുരേന്നങ്ങ് എറിഞ്ഞങ്ങ് വീഴ്ത്തും. ഈ കോട്ടയുടെ ഈ മോളിലായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സിപ്ലൈനിൻ്റെ അവിടേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും നിർത്തിയതാണ്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ സിപ്ലൈനിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സിപ്ലൈനിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് സിപ്ലൈനിൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരാനായിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് നമ്മളെ സെറ്റാക്കി വിടും. പിന്നെ നമുക്ക് ഗ്ലൗ തരും, എല്ലാം വെച്ച് സെറ്റായിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ. എനിക്ക് എന്തൊക്കെ വീണ്ടും കുറെ ബെൽറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പിടിച്ച് മുറുക്കി ടൈറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇല്ല, ഒന്നും കൂടി ഉണ്ട്. മറ്റേത് കൂടി ഇടണോ? ഇതിൽ കൂടി ഇടണോ ചേട്ടാ? ഓക്കെ, അപ്പം നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കൂല. ക്യാമറ വെച്ചാൽ ഇത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴേ ഒന്നും നമ്മൾ മുകളിൽ, ഒരു കൈ നമ്മൾ മുകളിലും പിടിക്കണം, ഒരു കൈ നമ്മൾ നമ്മളുടെ കയറിലും പിടിക്കണം. അപ്പം അങ്ങനെ പോകുമ്പം നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. Nice. അടിപൊളി. ഇതേ പോണേ. രണ്ടാ വരുമോ? ചെറിയ കുട്ടിയല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. നമുക്ക് ആദ്യം ഇവിടുന്ന് പ്രാക്ടീസൊക്കെ തരും കേട്ടോ. നല്ല ഇവിടുന്ന് നമുക്ക് പ്രാക്ടീസ് തരും. ഇവിടെ കമൽ എന്നും പറഞ്ഞിട്ടൊരു പുള്ളിയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, കമൽ ബായ്. പുള്ളിയാണ് നമ്മുടെ കൂടെ വന്നത്. ഇതിലെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യും. നമ്മളിതേ കയറിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകും. വേറൊരാൾ പോകും. കണ്ടോ, ഇതാണ് ഫസ്റ്റ് വണ്ടി. ഇത് ആദ്യത്തേത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തുരു ആദ്യത്തെ ഒരെണ്ണം ചെയ്യുമ്പോൾ ഉള്ള പേടി മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പേടിയൊന്നുമില്ല. നമ്മളിങ്ങനെ സൂ എന്ന് പറഞ്ഞിട്ട് പോവില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസാണ്. ഇവിടെ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോൾ അടുത്ത ടീമിനെ കൊണ്ടുവരും. നമ്മൾ ക്യാമറ അകത്ത് വെച്ച് പോയതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ അടുത്ത ടീം ഇപ്പം വരും. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കും. ഇവിടെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. तो शोल्डर पे चल ठीक
അങ്ങനെ നമ്മൾ മെഹ്റാങ്കർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു വഴി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഘണ്ടാഗർ പിന്നെ ഗുലാബ് സാഗർ എന്ന് പറഞ്ഞിട്ട് 2 സ്ഥലങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാണ്. എന്തായാലും ഇവിടെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നുള്ള കുറച്ച് മലയാളി പിള്ളേർ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നടന്നു പോയി അങ്ങ് അറ്റയ്ക്കല്ല, അവിടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ വ്യൂ ശരിക്കും കാണാൻ പറ്റുക. അത് ഞാനോ അതോ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല കാഴ്ച കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർട്ടിൻ്റെ പോലെ തന്നെ ഉണ്ട് അല്ലേ, നല്ല വീടുമായിരിക്കും ഇത്, എന്താണാവോ. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ബ്ലൂ ആണ്, ഇതേ കാണുന്നുണ്ടോ, ബ്ലൂ സിറ്റി. നമ്മൾ അതുവഴിയൊക്കെ ഉണ്ടാക്കി ഒരു എണ്ണം തോന്നുന്നു. ഇതുവഴി അയ്യോ അവിടെ അടച്ചേക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ തീർന്നു. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ ട്രിപ്പിൻ്റെ ദിവസം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മെഹങ്കർ ഫോർട്ടിലാട്ടോ പോയത്. മെഹങ്കർ ഫോർട്ടിൽ അവിടെ പിന്നെ അവിടെ തന്നെയായിരുന്നു നമ്മുടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ. സിപ്പ് ലൈൻ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ ഒരു തവണ വയനാട്ടിൽ നിന്ന് ചെയ്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലെങ്ത്ത് കൂടിയതായിരുന്നു എല്ലാതും, അതുകൊണ്ട് ഭയങ്കര എക്സ്പീരിയൻസ്. 6 സിപ്പ് ലൈനുകളായിരുന്നു. ഒറ്റ പാക്കേജ് ആണ്, അതിൽ 6 ലൈൻസുകൾ ഉണ്ടായിരുന്നു. ഫ്ലൈയിങ് ഫോക്സിന്റെ സിപ്പ് ലൈൻ ആയിരുന്നു. പക്ഷെ നമുക്ക് വിഷ്വൽ കുറവാണ്, നമുക്ക് ഈ ഇതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഉള്ള വിഷ്വലൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് നമ്മൾ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുക. അതിൽ തന്നെ അവര് എന്തോ സെൽഫി സ്റ്റിക്ക് അലൗഡ് അല്ല ഫോർട്ടിനകത്ത്. അവിടെ ആരോ ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് ഇട്ട് പോയിട്ട് ഫോർട്ടിന്റെ മുകളിൽ നിന്ന് വീട് മരിക്കുക എന്തോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെൽഫി എടുക്കുന്ന സമയത്ത് എന്തോ മരിക്കും. അതിന് ശേഷമാണ് അവര് സ്റ്റിക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. അതുപോലെ ശരിക്കും നമുക്ക് സിപ്പ് ലൈനിൽ അത് യൂസ് ചെയ്യായിരുന്നു, പക്ഷെ അത് അവര് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് അത് ഇപ്പോൾ ബാൻഡാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ അതിന്റെ വിഷ്വൽസ് ഒക്കെ മിസ്സിംഗ് ആണ്. എന്നാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മെഹ്റാങ്കർ ഫോർട്ട് മെഹ്റാങ്കർ ഫോർട്ട് ജോധ്പൂർ ഫോർട്ട് അല്ലെങ്കിൽ മെഹ്റാങ്കർ ഫോർട്ട് അതെന്തായാലും അവിടെ പോകണം. സിപ്പ് ലൈൻ പിന്നെ നമ്മൾ നേരത്തെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലേ? അത് നല്ലതാണ്. ഇവിടെ റേറ്റ് കൂടുതലാണ്. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരും ചെയ്യാം. അല്ലെങ്കിൽ ഫോർട്ടിൽ ഭയങ്കര ക്യൂ ആയിരിക്കും, നമ്മളത് ക്യൂ ഒക്കെ നിൽക്കേണ്ടി. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരിട്ട് ഫോർട്ടിനകത്ത് കയറാനൊക്കെ പറ്റി. നല്ല തിരക്കുമാണ് ഫോർട്ടിനകത്ത്, ഈ സമയം ആയതുകൊണ്ടായിരിക്കും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി നാളെ നമ്മൾ ജയ്സാൽമീറിലേക്കാണ് പോകുന്നത്. രാവിലെ നേരത്തെ എണീക്കണം. നമുക്ക് ട്രെയിന് 7 മണിക്ക് രാവിലെ 7 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ടാറ്റാ.